യൂറോപ്യൻ യൂണിയനും മെക്സിക്കോയ്ക്കും ഓഗസ്റ്റ് മുതൽ താരിഫ് 30% US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറക്കുമതി തീരുവ വർധന അടുത്ത മാസം 1 മുതൽ പ്രാബല്യത്തിൽ വരും. ഏതെങ്കിലും വ്യാപാര പങ്കാളികൾ US-നെതിരെ ഇറക്കുമതി തീരുവ ചുമത്തി പ്രതികാരം ചെയ്താൽ 30% കൂടുതൽ താരിഫ് വർദ്ധിപ്പിച്ച് തിരിച്ചടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ശ്യാമ സദാനന്ദൻ ചേരുന്നു വിശദാംശങ്ങളുമായി. ശ്യാമ, എന്തായാലും ഓഗസ്റ്റ് മുതൽ താരിഫ് 30% ട്രംപ് ഉറപ്പിച്ചു പറയുകയാണല്ലേ? അപ്പൊ ആരെങ്കിലും ഇതിനെതിരെ പ്രതികരിച്ചാൽ കനത്ത നടപടിയെന്ന് ആവർത്തിക്കുകയാണോ ട്രംപ്? റോഷ്നി, അത് തന്നെ, അതായത് മറ്റ് രാജ്യങ്ങളെ പോലെ യൂറോപ്യൻ യൂണിയനും ട്രംപിൻ്റെ കടുത്ത വിമർശനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏപ്രിൽ 2-ന് 20% നികുതി യൂറോപ്യൻ യൂണിയനെ ചുമത്തുമെന്ന് ട്രംപ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതിനുശേഷം പക്ഷേ വ്യാപാര ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ പിന്നീട് ചർച്ചകൾ വഴിമുട്ടിയപ്പോൾ 50% നികുതി യൂറോപ്യൻ യൂണിയന് ചുമത്തുമെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. പക്ഷേ ജൂലൈ 9-ന് വീണ്ടും ചർച്ചകളൊക്കെ നടക്കുകയും ജൂലൈ 9-ന് യൂറോപ്യൻ യൂണിയനുമായി ഒരു കരാറിൽ US എത്തും, ഒരു വ്യാപാര കരാറിൽ എത്തും എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതിനുശേഷമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന് 30% നികുതി ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ രാജ്യങ്ങൾക്കും നികുതി ചുമത്തുമെന്ന് പറഞ്ഞ് കത്ത് അയക്കുകയാണ് US. അത്തരത്തിലൊരു കത്ത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനും US അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഈ കത്ത് പുറത്തുവിട്ടിട്ടുണ്ട്. മെക്സിക്കോയാണ് ട്രംപിൻ്റെ മറ്റൊരു ഇര എന്ന് വേണമെങ്കിൽ പറയാം. മെക്സിക്കോയ്ക്ക് 30% നികുതി ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാനഡയ്ക്ക് ഇത്തരത്തിൽ 30% നികുതി ചുമത്തുമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ബ്രസീലിന് 30% നികുതി ചുമത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫെന്റലിൻ ഇറക്കുമതിയൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് കാനഡയ്ക്ക് നേരെ ഉള്ള ട്രംപിൻ്റെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് പറയുന്നത്. എന്തായാലും US-ൻ്റെ ഏറ്റവും വലിയൊരു വ്യാപാര പങ്കാളിയാണ് യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത്. പക്ഷേ വ്യാപാര കമ്മിയാണ് ഇതിൽ നികുതി ചുമത്തുന്നതിന് ട്രംപ് എടുത്തു പറയുന്ന ഒരു കാര്യം. $235 ബില്യൺ വ്യാപാര കമ്മിയാണ് യൂറോപ്യൻ യൂണിയനുമായുള്ള ഇറക്കുമതിയിൽ US-നുള്ളത്. ഈ ഒരു ഇറക്കുമതി വ്യാപാര കമ്മി അന്യായമാണ് എന്നാണ് ട്രംപ് എടുത്തു പറയുന്ന ഒരു കാര്യം. മറ്റു രാജ്യങ്ങൾക്കുള്ള നികുതിയിലും വ്യാപാര കമ്മി തന്നെയാണ് ട്രംപ് എടുത്തു പറയുന്ന ഒരു കാര്യം. ഇക്കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ 30% നികുതി യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ചുമത്തുമെന്ന് പറയുന്നത്. ഇതിനെ യൂറോപ്യൻ യൂണിയൻ അപലപിച്ചിട്ടുണ്ടെങ്കിലും ഈ നിലവിൽ വരുമെന്ന് പറയുന്ന ഓഗസ്റ്റ് 1-ന് മുമ്പ് ഒരു US-മായി ഒരു കരാറിൽ ഏർപ്പെടാൻ സാധിക്കുമെന്നാണ് അവർ ഇപ്പോഴും പ്രതീക്ഷ വയ്ക്കുന്നത്. മെക്സിക്കോയും ട്രംപിൻ്റെ തീരുമാനത്തെ നിലവിൽ അപലപിച്ചിട്ടുണ്ട്. റോഷ്നി. ഓക്കെ.